നമസ്കാരം. ഗവൺമെന്റ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിജിമോൾ PP, ഇൻസ്ട്രക്ടർ, ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പല ട്രേഡുകളുടെയും ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ SMBS എന്ന പാഠഭാഗത്തിൻ്റെ 3ാമത്തെ ക്ലാസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യ 2 ക്ലാസ്സുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗങ്ങൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMBS, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് SMBS, ആപ്ലിക്കേഷൻസ് ഓഫ് SMBS ഇവയാണ്. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇവിടെ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMBS തന്നിട്ടുണ്ട്. ഇത് AC ഇൻപുട്ട് ആൻഡ് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് SMBSൻ്റെയാണ്. മെയിനായിട്ട് 4 ബ്ലോക്സ് ആണുള്ളത്. AC ഇൻപുട്ട് സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ ആൻഡ് കൺട്രോൾ സെക്ഷൻ. നമുക്ക് ഈ ഓരോ സെക്ഷനിലും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ച് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരാം. സെക്ഷൻസ് ഒന്നുകൂടെ പറയാം. ഇൻപുട്ട് AC സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, കൺട്രോൾ സെക്ഷൻ. ആദ്യം ഇൻപുട്ട് AC സെക്ഷൻ. ഇതിൽ ഇൻപുട്ട് EMI ഫിൽറ്റർ, ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ, ഇങ്ങനെ 2 സ്റ്റേജ് ആണുള്ളത്. ആദ്യം ഇൻപുട്ട് ഫിൽറ്റർ നോക്കാം. AC മെയിൻ സപ്ലൈ 230 വോൾട്ട് 50 ഹെർട്സ് ഇൻപുട്ട് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഇത് EMI റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടാണ്. ഷോർട്ട് ഡ്യൂറേഷൻ പൾസസിനെ സപ്രസ് ചെയ്തിട്ടാണ് പ്രൊട്ടക്ഷൻ തരുന്നത്. ഇതിൽ മെയിനായിട്ട് ഇൻഡക്ടേഴ്സ്, ഹൈ വോൾട്ടേജ് കപ്പാസിറ്റേഴ്സ് ഇവയാണുള്ളത്. ഇവിടെ പവർ ഫാക്ടർ കറക്ഷൻ നടക്കുന്നുണ്ട്. AC മെയിൻസ് പവർ എഫക്റ്റീവായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്. അടുത്ത സ്റ്റേജ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ. നമുക്കറിയാം, റെക്ടിഫയർ ACയെ DC ആക്കുന്നു. ഫിൽറ്റർ സർക്യൂട്ട് സ്മൂത്തൻ ചെയ്ത് DC തരുന്നു. റെക്ടിഫയറിന് ഫുൾ വേവ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് മോഡ്യൂളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റർ, ലാർജ് ഫിൽറ്റർ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. ഏകദേശം അവിടെ 300 വോൾട്ട് DC ഉണ്ടാകും. കൂടുതൽ എനർജി ഇൻപുട്ട് ഫിൽറ്റർ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് AC മെയിൻസ് ഇൻപുട്ട് വേരി ചെയ്താലും SMBS വർക്ക് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. നമ്മൾ പഠിച്ചിരുന്നല്ലോ, SMBS 100 വോൾട്ട് AC ഇൻപുട്ടിലും വർക്ക് ചെയ്യുമെന്ന്. ഇൻപുട്ട് AC സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് RFI ഫിൽറ്റർ, അതായത് EMI ഫിൽറ്റർ, റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സ്റ്റേജ്. AC goes through input filter to reduce EMI. നമ്മൾ പറഞ്ഞതാണ്. It is a protective circuit. It is used to suppress short pulses around AC voltages. It consists of inductors and high voltage capacitors. Power factor correction for effective use of AC main supply. Rectifier converts AC into DC. Full wave bridge rectifier or bridge module can be used. Filter circuit smooth it and gives unregulated DC around 300 volt. നമ്മൾ പറഞ്ഞതാണ് റെക്ടിഫയർ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ എന്ത് ചെയ്യുന്നു. ലാർജ് ഫിൽറ്റർ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ മോർ എനർജി ഇൻ ഇറ്റ്സ് ഇൻപുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. SMBS with DC input does not require this stage. DC ഇൻപുട്ട് യൂസ് ചെയ്യുന്ന SMBS ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ റെക്ടിഫയർ സ്റ്റേജിൻ്റെ ആവശ്യമില്ല. കാരണം റെക്ടിഫയർ ACനെ DC ആക്കുക ചെയ്യുക. അപ്പോൾ DC ആണ് ഇൻപുട്ടിലെങ്കിൽ പിന്നെ വീണ്ടും റെക്ടിഫയറിൻ്റെ ആവശ്യമില്ലല്ലോ. അടുത്തത് പവർ സെക്ഷൻ. ഇതിൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സും ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും ആണുള്ളത്. സ്വിച്ചിങ് പവർ ട്രാൻസിസ്റ്റേഴ്സോ മോസ്ഫെറ്റോ ഉപയോഗിക്കാം. ട്രാൻസ്ഫോമർ സ്മോൾ സൈസ് ഫെറൈറ്റ് കോറാണ് ഉപയോഗിക്കുന്നത്.
ട്രാൻസിസ്റ്റർ DC-യെ ഹൈ സ്പീഡിൽ സ്വിച്ച് ചെയ്ത് ട്രാൻസ്ഫോമർ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു. അത് പുഷ് പുൾ രീതിയിലാണ് കൊടുക്കുന്നത്. പുഷ് പുൾ എന്നാൽ നമ്മൾ കഴിഞ്ഞ വർഷം പുഷ് പുൾ ആംപ്ലിഫയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഒരു ട്രാൻസിസ്റ്റർ പോസിറ്റീവ് ഹാഫിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ വേറെ ട്രാൻസിസ്റ്റർ നെഗറ്റീവ് ഹാഫിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ. പക്ഷേ ആംപ്ലിഫിക്കേഷന് പകരം സ്വിച്ചിങ് ആണെന്ന് മാത്രം. ഇപ്പോൾ പുഷ് പുൾ മാനർ എന്നാൽ ട്രാൻസിസ്റ്റർ DC-യെ ട്രാൻസ്ഫോമറിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പുഷ് പുൾ മാനറിലാണ് ട്രാൻസിസ്റ്റർ DC-യെ ട്രാൻസ്ഫോമറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ഒരു ട്രാൻസിസ്റ്റർ AC-യുടെ പോസിറ്റീവ് ഹാഫിന് വേണ്ടി DC സ്വിച്ച് ചെയ്യുമ്പോൾ അടുത്ത ട്രാൻസിസ്റ്റർ AC-യുടെ നെഗറ്റീവ് ഹാഫിന് വേണ്ടി DC-യെ സ്വിച്ച് ചെയ്യുന്നു. റിസൾട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ AC ഔട്ട്പുട്ട് ലഭിക്കുന്നു. അത് നമുക്ക് റിക്വയർഡ് ആംപ്ലിറ്റ്യൂഡുള്ള AC ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ ഡിഫറെൻറ്റ് വോൾട്ടേജസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ TC-യിൽ കൺട്രോളർ IC-ക്ക് 5 വോൾട്ട് വേണം, അതുപോലെ റാമിനാണ് 3.3 വോൾട്ട് വേണം, അങ്ങനെ. അപ്പോൾ ഡിഫറെൻറ്റ് വോൾട്ടേജുകളുടെ ആവശ്യത്തിന് ട്രാൻസ്ഫോമറിൽ അഡീഷണൽ വൈൻഡിങ് ചേർത്തിട്ടുണ്ട്. അതുപോലെ പവർ സെക്ഷനിൽ വേറൊന്ന് ഓവർലോഡിങ് വന്നാൽ അത് സെൻസ് ചെയ്ത് SMPSന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി കറന്റ് സെൻസ് സർക്യൂട്ട് ഉണ്ട്. കറന്റ് സെൻസ് സർക്യൂട്ട് എന്തിനാണ്? പ്രൊട്ടക്ഷന് വേണ്ടി, ഓവർലോഡിങ്ങിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പവർ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് സ്വിച്ചിങ് പവർ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് HF ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. Transistors or MOSFET switch DC voltage at high speed to transformer primary in a push-pull manner. ചോപ്പറിലുള്ള ട്രാൻസിസ്റ്റേഴ്സോ മോസ്ഫെറ്റ്സോ DC വോൾട്ടേജിനെ ഹൈ സ്പീഡിലാണ് സ്വിച്ചിങ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക്. അത് ഇൻ എ പുഷ് പുൾ മാനറിലാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. അടുത്ത സ്വിച്ചിങ് കൺട്രോൾഡ് ബൈ ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ. ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ മുഖേനയാണ് സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. At secondary of output transformer, we get AC with required amplitude. സെക്കൻഡറിയിൽ നമുക്ക് AC കിട്ടുന്നു. ട്രാൻസ്ഫോമർ ഈ സ്മോൾ സൈസ് വിത്ത് ഫെറൈറ്റ് കോർ ബിക്കോസ് ഓഫ് ഹൈ ഫ്രീക്വൻസി. നമുക്ക് ട്രാൻസ്ഫോമർ സ്മോൾ സൈസും അതുപോലെ ഫെറൈറ്റ് കോഡ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അഡീഷണൽ വൈൻഡിങ് ക്യാൻ ബി ആഡഡ് ടു പ്രൊവൈഡ് മോർ ദാൻ 1 ഔട്ട്പുട്ട് വോൾട്ടേജ്. അഡീഷണൽ വൈൻഡിങ്സ് ട്രാൻസ്ഫോമർ ആഡ് ചെയ്താൽ അതിനനുസരിച്ച് എത്രയൊക്കെ വോൾട്ടേജസ് വേണം അത്രയും വൈൻഡിങ്സ് ആഡ് ചെയ്ത് നമുക്ക് അത്ര വോൾട്ടേജസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. കറന്റ് സെൻസ് സർക്യൂട്ട് സെൻസസ് ഓവർലോഡ് കറന്റ് ആൻഡ് പ്രൊട്ടക്ട് SMPS ഫ്രം ഓവർലോഡിങ്. നമ്മൾ പറഞ്ഞു SMPSന് ഓവർലോഡിങ്ങിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നു. അത് കറന്റ് സെൻസ് സർക്യൂട്ട് കറന്റിനെ സെൻസ് ചെയ്തിട്ടാണ്. ഇനി ഔട്ട്പുട്ട് സെക്ഷൻ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എടുത്ത് പറയാനുള്ളത് ഡിഫറെൻറ്റ് DC വോൾട്ടേജസ് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഓൾറെഡി അത് നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട്, സിലിക്കൺ ഡയോഡ്സ്, ഷോർട്ട് കീ ഡയോഡ്സ് ഓർ മോസ്ഫെറ്റ്സ് ആർ യൂസ്ഡ് ആസ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സ് ആയിട്ട് സിലിക്കൺ ഡയോഡ്സോ ഷോർട്ട് കീ ഡയോഡ്സോ മോസ്ഫെറ്റ്സോ ഉപയോഗിക്കാം. അത് ഏത് ആവശ്യത്തിനാണ് നമ്മൾ SMPS ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഐറ്റംസ് മാറി ഉപയോഗിക്കുക. ഓക്കെ, ഈ കോമ്പണൻസ് ഉപയോഗിക്കുക. അതുപോലെ ഫിൽറ്റർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. DC വോൾട്ടേജ് അക്രോസ് ഫിൽറ്റർ കപ്പാസിറ്റർ ഈസ് ഗിവൺ ടു ലോഡ്. DC വോൾട്ടേജ് ഫിൽറ്റർ കപ്പാസിറ്ററിന് ഇതാണ് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓൾസോ ഇറ്റ് ഈസ് ഗിവൺ ഫോർ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിന് ഉപയോഗിക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് എന്നാൽ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുക എന്നാണ്. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുവാണ്, കൺട്രോൾ സെക്ഷൻ. സാധാരണ ബ്ലോക്ക് ഡയഗ്രത്തിലൊക്കെ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി റൈറ്റിലേക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ കൺട്രോൾ സെക്ഷനിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. നീല നിറത്തിലുള്ള ആരോസ് കാണാം. ഇനി കൺട്രോൾ സെക്ഷനിൽ ഫീഡ്ബാക്ക് ഉണ്ട്, കമ്പാരേറ്റർ, ഐസൊലേറ്റർ, PWM കൺട്രോളർ എന്നീ ബ്ലോക്സും ഉണ്ട്. നമുക്ക് കമ്പാരേറ്ററിൽ തുടങ്ങി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം.
ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫ്രാക്ഷനായ ഫീഡ്ബാക്ക് വോൾട്ടേജിനെ റഫറൻസ് വോൾട്ടേജുമായി കമ്പയർ ചെയ്യുന്നു. എന്താണ്? ഫീഡ്ബാക്ക് വോൾട്ടേജിനെ ഒരു റഫറൻസ് വോൾട്ടേജുമായി കമ്പാരേറ്ററിൽ കമ്പയർ ചെയ്യുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം കമ്പാരേറ്റർ ഒരു എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആവശ്യമില്ല, ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എറർ വോൾട്ടേജ് കൺട്രോളിംഗ് പൾസിൻ്റെ ഓൺ ഓഫ് പീരിയഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് PWM കൺട്രോൾ. ദിസ് പൾസ് ഡ്രൈവ്സ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഇൻ പവർ സെക്ഷൻ. നമുക്ക് ലോഡ് കണ്ടീഷനിൽ ചേഞ്ച് വന്നാലും സ്റ്റഡി ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നതിനായിട്ടാണിത്. ഇനി ലോഡ് കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് കൺട്രോളിംഗ് നടക്കുന്നത് എന്ന് നോക്കാം. ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ടെൻസ് ടു ഡ്രോപ്പ്. അപ്പോൾ നമുക്കറിയാം കമ്പാരേറ്റർ എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എറർ വോൾട്ടേജ് കൺട്രോളിംഗ് പൾസസിൻ്റെ ഓൺ പീരിയഡിനെ ഇൻക്രീസ് ചെയ്യും. അതായത് ലോഡ് ഇൻക്രീസ് ആയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഇനി ലോഡ് ഡിക്രീസ് ആയാലോ? ഔട്ട്പുട്ട് വോൾട്ടേജ് ടെൻസ് ടു ഡിക്രീസ്. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ വോൾട്ടേജ് കൺട്രോൾ പൾസസിൻ്റെ ഓൺ പീരിയഡിനെ ഡിക്രീസ് ചെയ്യും. അതായത് ഫൈനൽ റിസൾട്ട് SMPSൻ്റെ ഔട്ട്പുട്ടിൽ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്നു. ഇനി ഒരു ബ്ലോക്ക് ഐസൊലേഷനാണ്. ഒപ്റ്റോ ഐസൊലേറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമറും ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്കറിയാം. ഇനി നമുക്ക് തിരിച്ച് കൺട്രോൾ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, വോൾട്ടേജ് കമ്പാരിസൺ ആംപ്ലിഫയർ, പൾസ് വിത്ത് മോഡുലേറ്റർ ആൻഡ് ഐസൊലേഷൻ മെക്കാനിസം. ഫീഡ്ബാക്ക് സർക്യൂട്ട് മോണിറ്റേഴ്സ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫീഡ്ബാക്ക് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ മോണിറ്റർ ചെയ്യും, നോക്കിക്കൊണ്ടേയിരിക്കും. കൂടുന്നുണ്ടോ, കൂടാൻ സാധ്യതയുണ്ടോ, കുറയാൻ സാധ്യതയുണ്ടോ. എന്നിട്ട് compares it with the reference voltage in comparator and compares it with reference voltage in comparator. Any change in output voltage produces error voltage. Output voltage il endeങ്കിലും change ഉണ്ടെങ്കിൽ error voltage produce ചെയ്യും. This error voltage vary duty cycle, അതായത് ഓൺ ഓഫ് പീരിയഡ്സ് ഓഫ് കൺട്രോളിംഗ് പൾസസ്. അപ്പോൾ എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ വോൾട്ടേജ് എന്ത് ചെയ്യും? നമ്മുടെ കൺട്രോളിംഗ് പൾസസിൻ്റെ ഡ്യൂട്ടി സൈക്കിളിനെ, അതായത് ഓൺ ഓഫ് പീരിയഡ്സിനെ വേരി ചെയ്യിക്കും. അതാണ് PWM കൺട്രോൾ. ദീസ് പൾസസ് ഡ്രൈവ്സ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. ഈ പൾസസ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യിക്കും. എന്തിനാണ്? ഇൻ ഓർഡർ ടു കീപ് സ്റ്റഡി ഔട്ട്പുട്ട് വോൾട്ടേജ് അണ്ടർ ഓൾ ലോഡ്സ്. നമുക്ക് ഈ ലോഡ് വേരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വെൻ ലോഡ് ഇൻക്രീസസ് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ലോഡ് ഇൻക്രീസസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടെൻസ് ടു ഡ്രോപ്പ്. ദെൻ ദ ഓൺ പീരിയഡ് ഓഫ് കൺട്രോളിംഗ് പൾസ് ഇൻക്രീസസ്. ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാനുള്ള ടെൻഡൻസി വരും. Then the on period of controlling pulses increases and the output is maintained at constant level. When load decreases, output voltage tends to increase. Then the on period of controlling pulses decreases. Thus, regulation of output voltage is achieved. Then, for safety reasons, isolation is there by an opto isolator and transformer. നമ്മൾ ഇനി തിരിച്ച് SMPSൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകുവാണ്. AC ഇൻപുട്ട്, DC ഔട്ട്പുട്ട്, SMPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ ഓരോ സെക്ഷനിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒന്ന് ചേർത്ത് വായിച്ചാൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് AC 230 വോൾട്ട് 50 ഹെർട്സ് നമ്മൾ ഇൻപുട്ട് സെക്ഷനിലേക്ക് കൊടുക്കുന്നു. അവിടെ ഇൻപുട്ട് EMI ഫിൽറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെ റിമൂവ് ചെയ്യുന്നു.
ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ DC വോൾട്ടേജ് തരുന്നു. ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻപുട്ടിൽ ട്രാൻസ്ഫോമർ ഇല്ല എന്നുള്ളതാണ്. ഇൻപുട്ട് സെക്ഷനിൽ ട്രാൻസ്ഫോമർ ഇല്ല. നെക്സ്റ്റ്, ഈ DCയെ പവർ സെക്ഷനിലേക്ക് കൊടുക്കുന്നു. അവിടെ ചോപ്പർ സർക്യൂട്ടിൽ പവർ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് കൺട്രോൾ പൾസസിൻ്റെ ഡ്യൂട്ടി സൈക്കിളിനനുസരിച്ച് DCയെ സ്വിച്ച് ചെയ്ത് ട്രാൻസ്ഫോമർ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു. സെക്കൻഡറിയിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള AC ലഭിക്കുന്നു. ദാറ്റ് ഈസ് ഇൻവെർട്ടിംഗ്. ഈ ACയെ ഔട്ട്പുട്ട് സെക്ഷൻ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്ററിംഗ് ചെയ്ത് DC ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. ഇനി ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ കൺട്രോൾ സെക്ഷനിലേക്ക് കൊടുക്കുന്നു, അതായത് ഫീഡ്ബാക്ക്. ഡയഗ്രത്തിൽ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ. ഈ ഫീഡ്ബാക്കിനനുസരിച്ച് കമ്പാരേറ്റർ എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്ത് PWM വഴി പവർ സെക്ഷനിലെ സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താലും ഔട്ട്പുട്ട് ലോഡ് വേരി ചെയ്താലും നമ്മുടെ SMPS DC ഔട്ട്പുട്ട് വോൾട്ടേജസ് കോൺസ്റ്റന്റ് ആക്കി റെഗുലേറ്റഡ് ആക്കി നമുക്ക് തരുന്നു. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് SMPS നോക്കാം. ഹയർ എഫിഷ്യൻസി, സ്മോളർ സൈസ് ആൻഡ് ലൈറ്റർ വെയ്റ്റ്. Heat and power dissipation is very low. Wide AC input voltage range, that is less sensitive to input voltage variation. അതാണ് നമുക്ക് കിട്ടുന്ന മെച്ചം. High precision voltage regulation, low output noise ripple. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ. അടുത്തത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് SMPS നോക്കാം. കൺട്രോൾ സർക്യൂട്ടറി ഈസ് എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലക്സ്. ലൈൻ ഫിൽറ്റർ ഈസ് നെസസറി ടു അവോയ്ഡ് EMI. ഇതൊക്കെയാണ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് SMPS നോക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററി ചാർജേഴ്സ്, അത് മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ക്യാമറ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, ഇവിടെയൊക്കെ ബാറ്ററി ചാർജേഴ്സിൽ SMPS ഉപയോഗിക്കുന്നുണ്ട്. വെഹിക്കിൾസിൽ ഇലക്ട്രിക് ബൈക്ക്, കാറ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്പേസ് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്പേസ് വെഹിക്കിൾസിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള SMPS ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, അതായത് TV, DVD ഇവയിലൊക്കെ. പിന്നെ ലൈറ്റിംഗ് പവറിംഗ് ഓഫ് LED സർക്യൂട്ട്സ്, നമ്മുടെ എക്സാമ്പിൾ സ്ക്രോളിംഗ് ഡിസ്പ്ലേ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതായിരിക്കും ഉപയോഗിക്കുക. നെക്സ്റ്റ് സ്പേസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് സ്റ്റേഷനിലാകുമ്പോൾ നമുക്ക് സോളാർ ഇലക്ട്രിസിറ്റീനെ ആണ് നമ്മൾ SMPSലേക്ക് കൊടുത്ത് ആവശ്യമുള്ള വോൾട്ടേജസ് എടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നീമി ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. SMPS യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്, SMPS used in cell phone charger, SMPS used in DVD player, SMPS used in home theater, SMPS used in LCD TV, SMPS used in LED TV, SMPS used in PC. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPS, ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഇൻപുട്ട് സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ ആൻഡ് കൺട്രോൾ സെക്ഷൻ. അഡ്വാൻറ്റേജസ്: higher efficiency, smaller size, lighter weight, very low heat and power dissipation, wide input voltage range, high precision voltage regulation, low output noise ripple, strong protection function. Other disadvantages: expensive and complex control circuitry, line filter is necessary to avoid EMI. Applications: PC, battery chargers, vehicles, consumer electronics, lighting, space station ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
ഇനി ഒഫീഷ്യൽ ചാനലിലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് SMBSന്റെ ടോപ്പോളജീസിനെ കുറിച്ചും അതുപോലെ PC യിൽ ഉപയോഗിക്കുന്ന SMBSനെ കുറിച്ചും പഠിക്കാം. താങ്ക് യു.